പ്രേതത്തിൽ പോലീസ് കയറി, പോലീസ് പ്രേതത്തിലും കയറി. എങ്ങനെ? അതായത് നമ്മൾ പ്രേത പടവും കണ്ടിട്ടുണ്ടാവും, എന്നാൽ പോലീസ് പടവും കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇത് രണ്ടും കൂടെ ഒരു പടത്തിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ പടം. പടത്തിന്റെ പേര് ഭീമ അല്ലെങ്കിൽ പ്രേത പോലീസ്. അപ്പോൾ പടം തുടങ്ങുമ്പോൾ ഏതോ ഒരു ചേച്ചി അമ്പലത്തിന്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. സംഗതി ഹീറോയുടെ ഇൻട്രോ ആണല്ലോ. അയാളെ പൊക്കിയടിക്കാൻ കുറെ സന്യാസിമാരും കൂടെ വരും. മരണത്തെ പോലും തോൽപ്പിച്ച് തിരിച്ചു വരുന്നവനാണ് അവൻ. ദുഷ്ടന്മാരെ ഉന്മൂലനം ചെയ്യാൻ ധൈര്യമുള്ളവൻ. അതേതാടാ അവതാരം? അപ്പോഴാണ് നായകൻ വരുന്നത്. പുള്ളി പറമ്പിൽ കെട്ടിയിരുന്ന ഏതോ കാളയെ വാടകയ്ക്കെടുത്ത് അതിൽ അങ്ങോട്ട് കയറി വരും. മാസായിട്ടാണ് തോന്നുന്നതെങ്കിലും ഗുണ്ടകൾ അവനെ വട്ടത്തിൽ ഊക്കി വിടും. ആക്കിയിട്ടോണ്ട് രാവിലെ തെണ്ടായിറങ്ങിയിരിക്കുന്ന തോന്നുന്നേ. എടാ ചക്കരെ, ചില്ലറ എന്തെങ്കിലും കൊടുത്തു വിട്ടാ. ആരംഭത്തിൽ അപമാനം. പിന്നെ ഊക്ക് കിട്ടിയിട്ട് ഒരു ഉളുപ്പില്ലാതെ ഈ ചങ്ങായി ഇരിക്കുന്നത് കണ്ട ഗുണ്ടയിലെ ഒരുത്തൻ ചില്ലറ കാശ് കൊടുത്ത് ഇവനെ പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ അവനെ ഇവൻ ചവിട്ടിയിടും. പിന്നെ പോലീസ് യൂണിഫോം ഇട്ട് വന്ന ഇവൻ പിന്നെ പട്ടാളമായിരിക്കുമല്ലോ. അങ്ങനെ ഈ വൈകി വിവേകം വന്ന ഗുണ്ടകളെ അണ്ണൻ തല്ലിയൊതുക്കും. പിന്നെയാണ് നായികയുടെ ഇൻട്രോ. അങ്ങനെ ഈ നായികയെ കാണുമ്പോൾ നായകന് ക്രഷ് അടിക്കും. പിന്നെ ഈ പൂവൻകോഴി പിടക്കോഴിയെ വിളയ്ക്കുന്നത് പോലെ അവളുടെ പുറകെ ഒലിപ്പിച്ചും വെറുപ്പിച്ചും നമ്മുടെ നായകൻ നടക്കും. പിന്നെയാണ് ഒരു കള്ള സ്വാമിയെ കാണിച്ചു തരുന്നത്. അയാൾ ഒരു പെട്ടി അങ്ങോട്ട് തുറക്കും. അതിലേതോ ഒരു ചെടി ഇരിപ്പുണ്ട്. ഇതെന്താണ്, മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടമോ? അടുത്ത സീനിൽ നമ്മുടെ നായകൻ റോഡിലൂടെ പോകുമ്പോൾ കുറെ പിള്ളേരെ ഒരു ടാങ്കർ ലോറിയിൽ നിറച്ചു കൊണ്ടുപോകുന്നത് കാണും. ഇവരെല്ലാം രക്ഷിക്കാൻ നമ്മുടെ നായകൻ രക്ഷൻ സ്റ്റാർ കളിച്ച് ഇവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ റോഡിൽ നിന്നും കടലിൽ നിന്നും കുറെ എണ്ണം ഇവരെ കൊല്ലാൻ ശ്രമിക്കും. പിന്നെ ഇവരെല്ലാം രക്ഷിക്കണമല്ലോ. അങ്ങനെ ഇവരെല്ലാം രക്ഷിക്കാൻ വേണ്ടി ശരവഞ്ചരത്തിലെ ജയൻ കുതിരയെ തടവും പോലെ ഈ ഗുണ്ടകളെ നായകൻ തടവി വിടും. അങ്ങനെ ഒരു കണക്കിനും ഇവനെ കൊല്ലാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഗുണ്ടകൾ ഇവനെ ചൂണ്ടയിട്ട് പിടിച്ച് കടലിൽ വലിച്ചെറിയും. എന്താടാ ഇത്, പടം തീർന്നോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഇവൻ രക്ഷപ്പെടും. ഈ കടൽ വെള്ളത്തിൽ വീണത് കൊണ്ട് മാത്രം വിഷം പടരാതെ അതിന്റെ വീര്യം കുറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കഴിയുമ്പോഴാണ് ഇവൻ മനസ്സിലാക്കുന്നത് ഈ സ്വാമി തട്ടിപ്പാണെന്ന്. തട്ടിപ്പാണല്ലേ? പക്ഷെ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് പടത്തിലെ നായികയാണ്. അവളെ അപ്പോൾ തന്നെ കള്ളസ്വാമി തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് എന്തൊക്കെയോ കൊണയടിച്ച് രണ്ടിനെയും തീർക്കും. പക്ഷെ ഇവിടെയാണ് കൊലകൊല്ലി ട്വിസ്റ്റ്. സംഗതി നായകനെ കത്തിച്ചപ്പോൾ അവന്റെ പ്രേതം അവന്റെ അനിയന്റെ ദേഹത്തേക്ക് കയറും. പിന്നെ പ്രതികാരം തീർക്കണമല്ലോ. അതിന് പ്രേതം കയറിയ ചങ്ങായി ഗുണ്ടയുടെ കയ്യിൽ നിന്ന് അടിയും തൊഴിയും ഒക്കെ കേട്ടിട്ട് അവന്റെ കാമുകിയുടെ വായിൽ നിന്നുള്ള മോട്ടിവേഷനും കേട്ടിരിക്കും. പിള്ളേരുടെ ജീവന് രക്ഷിക്കാൻ വേണ്ടി നിന്നോട് വിളിക്കാൻ പറയുന്ന അവരെ രക്ഷിക്കാൻ അവസരം ഉണ്ടായിട്ട് നീ കൈയും കെട്ടിയിരിക്കുന്നത് വലിയ പാപമാണ്. തള്ളക്ക് മോട്ടിവേഷൻ ഭ്രാന്ത. എന്നിട്ട് പ്രേതം കയറിയ ഈ ചങ്ങായി കുറെ എണ്ണത്തിനെ അടിച്ചു പരത്തും. എന്നിട്ട് അടി നടക്കുന്നതിന്റെ ഇടയിൽ കുറെ ശ്ലോകം എല്ലാം ചൊല്ലിയിട്ട് ഈ കള്ള സോമയെ അങ്ങോട്ട് തീർക്കും. അതോടെ പടം തീരും. മരണത്തിന്റെ മുമ്പിൽ വെച്ച് നിനക്ക് നരകം കാണിച്ചു തരാമടാ. അപ്പൊ അതിനൊരു തീരുമാനമായി. ഒരു പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന കഥയും പിന്നെ ഒരു ക്രിഞ്ച് ലവ് ട്രാക്കും കൂടെ ആവുമ്പോൾ നല്ല ഹൈ ക്ലാസ് അപരാധമായി ഈ ഒരു പടം മാറിയിട്ടുണ്ട്. മിഷൻ അക്കംപ്ലിഷ്ഡ്, ഓഡിയൻസ് ടോർച്ചർഡ് സക്സസ്ഫുള്ളി.